8 റൗണ്ടുകൾ എണ്ണാനുണ്ട്. 2 6 കഴിഞ്ഞ് 7 എണ്ണിക്കൊണ്ടിരിക്കുക. മൊത്തം 14 റൗണ്ടാണ്. ജയിക്കുമെന്ന് നമുക്കറിയാമായിരുന്നു. ഭൂരിപക്ഷമൊന്നും ഞാൻ പ്രെഡിക്റ്റ് ചെയ്തില്ല. ജയിക്കുമെന്ന് പറഞ്ഞു, പലരും പല ഭൂരിപക്ഷം പറഞ്ഞു. എന്തായാലും വളരെ എന്താ പറയുന്നത്, സ്വതന്ത്രമായി മത്സരിക്കുന്ന ആദ്യമല്ലേ. കോൺഗ്രസിൻ്റെ UDFിൻ്റെ നല്ല മുസ്ലിം ലീഗിൻ്റെ എല്ലാം പിന്തുണയും കിട്ടി. അപ്പോൾ അത് പുതിയ സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷൻ നമ്മൾ നല്ലതുപോലെ കൈകാര്യം ചെയ്തു. എല്ലാവരും സഹായിച്ചു, വിജയിച്ചു. അഭിമാനകരമാണ്. CPMനെ 16-ലും 20-ലും 21-ലും 9-8 സീറ്റാണ്. അതിപ്പോൾ 3-4 ചുരുങ്ങി. ഇതൊന്നും അവരെന്തെങ്കിലും പഠിക്കുമോ? ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നുമില്ല. കമ്മ്യൂണിസത്തിൻ്റെ തിരി ഇവിടെ കെട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ആലപ്പുഴയിൽ. പുല്ലപ്രവേലാറിൻ്റെ നാട്ടിൽ രക്തസാക്ഷികളെ മറന്ന് ഇവരെ പ്രവർത്തിക്കുകയാണ്. എൻ്റെ അനുജനെ വരെ ഉപയോഗിക്കാൻ ശ്രമിച്ചു. അത് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്, അവൻ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്. അപ്പം വളരെ വ്യക്തിപരമായിട്ട് തന്നെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലാണ് അവരിറങ്ങിയത്. ജനങ്ങളതിന് മറുപടി കൊടുത്തു. രാഷ്ട്രീയം വ്യക്തിപരമല്ലല്ലോ, നിലവാരം വിട്ടുള്ള ഒന്നും പറയാൻ പാടില്ല. അപ്പം അത് ഒരു പാഠമായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും ഭാവി വേണമെങ്കിൽ രാഷ്ട്രീയമേ പറയാവൂ. വ്യക്തിപരമായ അനാവശ്യമായ കാര്യങ്ങളൊന്നും ഇങ്ങനെ ഇടപെട്ടാൽ സ്വന്തം കുടുംബം കൊണ്ടുവന്നുകൊണ്ട് അത്രയേ ഉള്ളൂ. തിരിച്ചടിക്കും. സൂക്ഷിക്കണം. രാഷ്ട്രീയമാണ്. ഞങ്ങൾ അതൊക്കെ വേറെ കാര്യം. തരംഗമൊന്നും പറയാൻ ഞാനാണല്ല, കേട്ടല്ലോ. അവരേറ്റവും ഉറച്ച നിലപാടാണ്. അമ്പലപ്പുഴയിലെ വിജയത്തിൽ നിർണായകമായൊരു പങ്ക് മുസ്ലിം ലീഗ് വഹിച്ചിരിക്കുകയാണ്. അവരൊരു വർഗീയ പാർട്ടിയെ അല്ല എന്നവർ വീണ്ടും തെളിയിച്ചു. കാരണം മുസ്ലിം ലീഗിന് നിർണായക സ്വാധീനമുള്ള അമ്പലപ്പുഴ മണ്ഡലത്തിലെ ആലപ്പുഴ പട്ടണത്തിലെ 27 വാർഡുകളിൽ ചടിഞ്ഞാറുള്ള 14 വാർഡിൽ നിനക്ക് 1200 വോട്ടാണ് മെജോറിറ്റി കിട്ടിയത്. അവിടുത്തെ വോട്ടർമാരിൽ 90% ഓവറാൾ മുസ്ലിംസാണ്. എനിക്ക് ആയിരത്തി തോന്നുന്നു. ഞാൻ LDF മത്സരിച്ചപ്പോഴും എനിക്ക് ആ ഭൂരിപക്ഷം. മാണിയപ്പോഴും അവർ എനിക്ക് വോട്ട് തന്നു. അതൊരു മുസ്ലിം കാൻഡിഡേറ്റാണ് അപ്പുറത്ത് എതിരായിട്ട് നിൽക്കുന്നത്. അവരങ്ങോട്ടല്ല നോക്കിയത്. അവർ നോക്കിയത് സെക്കുലാറിസത്തിൻ്റെ നേരെയാണ്, മതനിരപേക്ഷമാണ്. അതാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത്. എല്ലാവരും വോട്ട് ചെയ്തു. വോട്ട് ചെയ്യാത്ത എല്ലാവരും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞങ്ങൾ ജാതി അടിസ്ഥാനത്തിൽ വോട്ടൊന്നും പിടിക്കാൻ പോയില്ല. വളരെ സന്തോഷമുണ്ട്.